ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? നാളെ വിഷുവൊക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമോ ഒന്നുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മച്ചി യാത്രയായിട്ട് 26-ാം തീയതി വരുമ്പോഴാണ് 4 മാസം ആകത്തുള്ളൂ. അതിൻ്റെ ഒരു മാനസിക വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ടാണ്. അമ്മച്ചി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പോയി എന്നും പറഞ്ഞ് നിങ്ങൾ ഓണമോ വിഷുവോ ഒന്നും കൂടാതിരിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെല്ലാം ചെയ്തോണം, മനുഷ്യനാണേ മരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതാണ് അമ്മ പറഞ്ഞത്. അവരുടെ സന്തോഷമേ കണക്കെടുക്കാവുള്ളൂ. എന്നാലും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം വിഷു എനിക്കെന്നല്ല, ഞങ്ങളുടെ കുടുംബക്കാർക്ക് ആർക്കും ഇല്ല. പക്ഷേങ്കിൽ ഇന്ന് മേടമാസം 1-ാം തീയതി, നാളെ മേടം 2. ഇന്നൊന്നാണേലും മേടം 2-നാണ് വിഷു. ആ 2-ാം തീയതി നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാവട്ടെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി നാളെ എത്ര രൂപ കടമുണ്ടെങ്കിലും ആ കടത്തിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തേച്ചിട്ട് നിങ്ങളുടെ കയ്യേൽ എഴുതുന്നതിന് മുമ്പ് നാളെ ഇങ്ങനെ മേടം 2 എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങളുടെ കടബാധ്യത എഴുതുക. ഇനി അല്ലെ മറ്റെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് എഴുതുക. അത് എഴുതിയിട്ട് വെറും 7 ദിവസം ചെയ്താൽ മതി കേട്ടോ. അതും വെളുപ്പിനെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കയ്യും വായും മുഖവും കഴുകിയിട്ട് എഴുതിയിട്ട് ഒരു 7 മിനിറ്റ് നേരം നേരെ വന്ന് സൂര്യഭഗവാന്റെ നേരെ ഇങ്ങനെ കയ്യും കാണിച്ച് നിന്ന് നിങ്ങളുടെ ഈ ആവശ്യം പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചോളുക. പ്രപഞ്ചത്തിലേക്ക് നോക്കിയെന്ന് കണ്ണിങ്ങനെ അടച്ചു വെച്ചോണ്ടൊന്ന് പ്രാർത്ഥിക്കരുത്. കണ്ണ് തുറന്നു വെച്ച് തന്നെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. ഈ മേടമാസം നിങ്ങൾക്കൊരു നല്ലൊരു ദിവസമാകും കേട്ടോ. നാളത്തെ തൊട്ട് ഇതെന്ന് കാണുന്നോ നിങ്ങൾ അന്ന് തൊട്ട് ഇത് എഴുതാൻ തുടങ്ങിയാൽ മതി. ഇനി മേടമാസം 2-ാം തീയതി തന്നെ എഴുതിയില്ലോ എന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾ എന്നാണോ എഴുതാൻ തുടങ്ങുന്നത് അന്ന് ഈ മലയാള മാസ ഡേറ്റ് മാത്രമേ എഴുതാവുള്ളൂ. ഇംഗ്ലീഷ് മാസത്തിൻ്റെ ഡേറ്റ് നിങ്ങൾ എഴുതാൻ നിൽക്കല്ലേ. അപ്പം അങ്ങനെ 7 ദിവസം ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കട്ടെ. അപ്പം വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.